ചോറിനെ കറിയായിട്ട് കൂട്ടാനായിട്ടും ഈ ഒരൊറ്റ ഐറ്റം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ? അപ്പോൾ മടിയുള്ള ദിവസങ്ങളിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ്. പാനിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്, കാരണം നമ്മുടെ തക്കാളിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതാ ഒന്ന് തുറന്നതിന് ശേഷം നല്ല രീതിയിൽ ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മെയിൻ താരം നമ്മുടെ മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 കപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അപ്പോൾ മുരിങ്ങയിലൊക്കെ ഈ ഒരു മസാലയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ലെവലാക്കി വെച്ചെടുത്ത് അതിന് മുകളിലായിട്ട് ഞാൻ ഒരു 2 മുട്ട ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയുടെ മുകളിൽ ഫുള്ളായിട്ടൊന്ന് ചുറ്റിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇടയിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ നല്ല രീതിയിലായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേറൊരു പാനിലേക്കും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ടുള്ള നമ്മുടെ ഒരു മസാല ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ.